രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭൂതേർമഹദ്ഭ്യർയ ഇമാ പുരോ വിഭു നിർമായശേദേയതമോഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സോലം ഗൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. എല്ലാവർക്കും നമസ്കാരം. ഈയൊരു സത്രത്തിൻ്റെ സമാപന ദിവസമാണ്. പാരായണം ഇവിടെ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. കേരളത്തിലെ എന്ന് പറഞ്ഞാൽ പോരാ, ഭാരതത്തിലെ തന്നെ എത്രയോ മഹാത്മാക്കളായ ആചാര്യന്മാർ വന്ന് ഭാഗവത തത്വങ്ങൾ പറഞ്ഞ ധന്യമായ വേദി. അത് കേട്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളായ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ വിഷയം മാർക്കണ്ഡേയ ചരിതം ആണ്. മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ. ഭാഗവതത്തിലെ ഏറ്റവും അവസാനത്തെ കഥയാണ് എന്ന് പറയാം. ഒരു ഗ്രന്ഥത്തിൻ്റെ താൽപ്പര്യത്തെ നിർണയിക്കുന്നതിൽ ഉപക്രമോപസംഹാരങ്ങളെ വിചാരം ചെയ്ത് താൽപ്പര്യത്തെ നിർണയിക്കാം എന്ന് പറയും. ഉപക്രമം, ആരംഭം, ഉപസംഹാരം എന്താ നമുക്കറിയാം. സമാപനം, ഉപസംഹരിക്കൽ എന്ന് വെച്ചാൽ. അപ്പം ഗ്രന്ഥത്തിൻ്റെ ഉപക്രമത്തെയും ഉപസംഹാരത്തെയും വിചാരം ചെയ്യുമ്പോൾ ഗ്രന്ഥത്തിൻ്റെ താൽപ്പര്യം, ശാസ്ത്രഗ്രന്ഥങ്ങളുടെ താൽപ്പര്യം നിർണയിക്കപ്പെടും എന്നാണ്. ആ നിലയ്ക്ക് ഭാഗവതത്തിലെ ഉപസംഹാര കഥയാണ് മാർക്കണ്ഡേയൻ്റെ കഥ, മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ, മാർക്കണ്ഡേയ ചരിതം എന്ന് പറയാം. അവിടെ ഭാഗവതത്തിൻ്റെ മൊത്തം താൽപ്പര്യവും ഈ കഥയിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാവുന്നതുമാണ്. ശരി, അപ്പം നമുക്ക് ആമുഖം ദീർഘിപ്പിക്കുന്നില്ല, സമയം കുറവാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കാം. സൂതശൗനക സംവാദം തുടരുന്നു. ശൗനക മഹർഷി സൂതപൗരാണികനോട് മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ പറഞ്ഞു തരാൻ ആവശ്യപ്പെടുകയാണ്. സൂതജീവ ചിരം സാധോ വദനോ വദതാം വര തമസ്യപാരേ ഭ്രമതാം നൃണാം ത്വം ഭാരദർശന. അല്ലയോ സൂതാം, അങ്ങ് ചിരങ്കാലം ജീവിക്കട്ടെ. അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ ഈ സംസാരത്തിൽ പെട്ടുഴലുന്ന സാധാരണ ജീവന്മാരെ നിങ്ങളുടെ വാണികളെ കൊണ്ട് പരമമായ ജ്ഞാനത്തെ പ്രകാശിപ്പിച്ച് ഉദ്ധരിക്കുന്നു.
ഈ സംസാര സാഗരത്തിനപ്പുറത്തേക്ക് പാരദർശനഃ അപ്പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആഹു ചിരായുഷം ഋഷിം മൃഗണ്ഡതനയം ജനാഹ. അങ്ങ് മുന്നേ കഥ പറഞ്ഞു വരുന്ന സമയത്ത് ഈ മൃഗണ്ഡതനയനായ മൃഗണ്ഡു മഹർഷിയുടെ പുത്രൻ മാർക്കണ്ഡേയൻ അദ്ദേഹം ചിരായുസ്സാണ് എന്ന് പറയണ്ടായി. യഹ കൽപ്പാന്തേ റുവരിതോ യേന ഗ്രസ്തമിതം ജഗൽ സവാ അസ്മൽ കുലോൽപ്പന്ന കൽപ്പേസ്മിൻ ഭാർഗവഋഷഭ നൈവാ അധുനാഭിഭൂതാനാം സംപ്ലവക്കോപിജായതേ. അദ്ദേഹം പ്രളയത്തെ നേരിട്ടു എന്ന് പറയണ്ടായി. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നു. പ്രളയം കഴിഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പ്രളയത്തെ നേരിടുന്നത്? ആ പ്രളയ സമയത്ത് ഭഗവാനെ ആലിലയിൽ കിടക്കുന്ന രീതിയിൽ ഏവാർണവേ ഭ്രാമ്യം തദൃശപുരുഷം കില പടപത്രപുടേതോകം ശയാനം ത്വേകമത്ഭുതം. അങ്ങനെ ഭഗവാനെ അദ്ദേഹം കണ്ടു എന്നൊക്കെ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏഷന സംശയോ ഭൂയാൻ സൂത കൗതൂഹലം യഥ തം ന ഛിന്തി മഹായോഗിൻ പുരാണേഷഭ്യസമ്മത. അതുകൊണ്ട് ഈ സംശയത്തെ അങ്ങ് ഛേദിച്ചു തന്നാലും എന്നിങ്ങനെ ശൗനകാദി മഹർഷിമാരും മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ അറിയുവാനുള്ള താല്പര്യത്തോടു കൂടി ചോദിച്ച സമയത്ത് സൂതപൗരാണികൻ പറയാൻ തുടങ്ങുകയാണ്. പറഞ്ഞു തുടങ്ങി. പ്രശ്നഃ ത്വയാ മഹർഷേയം കൃതോ ലോകഭ്രമാപഹ നാരായണകഥായത്ര ഗീതാ കലിമലാപഹാഹ. അങ്ങയുടെ ഈ ചോദ്യം ഈ സംസാരത്തിൽ പെട്ടു ഉഴലുന്ന ആൾക്കാർക്ക് നാരായണകഥ, നാരായണൻ്റെ മഹത്വം കേൾപ്പിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഈ ചോദ്യം ശ്രേഷ്ഠം തന്നെ എന്ന് പറഞ്ഞ് മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ ആരംഭിക്കുകയാണ്. മാർക്കണ്ഡേയ മഹർഷിയുടെ ജന്മമായൊക്കെ ബന്ധപ്പെട്ട് ഐതിഹ്യം കേരളത്തിൽ പ്രസിദ്ധമാണ്. തൃപ്രങ്ങോട്ട് അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥ മുത്തശ്ശിമാർക്കൊക്കെ അറിവുള്ള കഥയാണ്. മുത്തശ്ശിമാരിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ള കഥയുമാണ്. എന്നാൽ ആ കഥ ഭാഗവതത്തിൽ പരാമർശിക്കുന്നില്ല. പ്രാപ്ത ദ്വിജാതി സംസ്കാര മാർക്കണ്ഡേയ പിതുക്രമാത്. പിതാവിൽ നിന്നും ദ്വിജാതി സംസ്കാരങ്ങളൊക്കെ പ്രാപിച്ച് മാർക്കണ്ഡേയ മഹർഷി തപസ്വാധ്യായ സംയുതനായി എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. അതിന് മുന്നുള്ള കാര്യങ്ങളൊന്നും ഭാഗവതം പരാമർശിച്ചിട്ടില്ല. ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് നടന്നിട്ടില്ല എന്ന് കരുതണ്ട. ഐതിഹ്യത്തിന് ഒരു നിലനിൽപ്പും ഇല്ല എന്ന് കരുതണ്ട. ശരി, ഭാഗവതത്തിൽ പറഞ്ഞത് നമുക്ക് പറഞ്ഞു പോകാം. ഐതിഹ്യം വളരെ പ്രസിദ്ധമാണല്ലോ. ഒരു ബ്രാഹ്മണ ദമ്പതിക്ക് മക്കളുണ്ടായില്ല. മഹാദേവനെ തപസ് ചെയ്തു. പ്രത്യക്ഷപ്പെട്ട മഹാദേവൻ ബ്രാഹ്മണനോട് ചോദിച്ചു, ദീർഘായുസ്സുള്ള മകൻ വേണോ അതോ അല്പായുസ്സുള്ള ബുദ്ധിമാനായ മകൻ വേണോ? ദീർഘായുസ്സാണെങ്കിൽ ബുദ്ധി അത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആയുസ് കുറവാണെങ്കിലും മിടുക്കനായ സമർത്ഥനായ മകൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 16 വയസ്സെന്നും 12 വയസ്സെന്നും പറയാറുണ്ട്. ശരി, എന്തായാലും ആയുസ് കുറഞ്ഞ മകനെ നൽകി. ആ പറഞ്ഞ ആയുസ് തീരുന്ന പിറന്നാൾ ദിവസം കാലൻ കൊണ്ടുപോകാൻ വന്നുവെന്നും അമ്മ കാലനെ കണ്ടുവെന്നും നിറഞ്ഞ കണ്ണുകളോടുകൂടി ചോറ് വിളമ്പി കൊടുക്കുന്ന സമയത്ത് മകൻ കാരണം എന്താണെന്ന് അന്വേഷിച്ചുവെന്നും അവിടെ അമ്മ കാര്യം പറഞ്ഞുവെന്നും മകൻ ആ ഊണ് മുഴുമിക്കാൻ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി ഓടിയെന്നും കാലൻ പിറകിലോടിയെന്നും അങ്ങനെ തൃപ്രങ്ങോട്ടമ്പലത്തിൻ്റെ മുന്നിലെത്തിയെന്നും മുന്നിലുണ്ടായിരുന്ന ആല് 2 ഭാഗത്തേക്കായി പിളർന്ന് വഴി നൽകിയെന്നും നേരെ അങ്ങ് ഓടിച്ചെന്ന് ശ്രീകോവിലേക്ക് കയറി മഹാദേവനെ അങ്ങ് ആലിംഗനം ചെയ്തുവെന്നും പിറകിൽ വന്ന കാലൻ മഹാദേവനെയും ഈ മാർക്കണ്ഡേയനെയും കൂടി കയറിട്ട് കെട്ടിയെന്നും ആ സമയത്ത് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് കാലനെ നിഗ്രഹിച്ച് കാലാന്തകനായി എന്നും മാർക്കണ്ഡേയനെ ചിരായുസ്സായിട്ട് ചിരഞ്ജീവിയാവട്ടെ എന്ന് അനുഗ്രഹിച്ചുവെന്നും ഉള്ള കഥ വളരെ പ്രസിദ്ധം, ഐതിഹ്യം. അതിനുശേഷമാണെന്ന് കരുതിക്കോളൂ, എന്നാൽ കുഴപ്പമില്ലല്ലോ. മാർക്കണ്ഡേയ മഹർഷി ഇപ്പോൾ തപസ് ചെയ്യുകയാണ്. ബൃഹൽവ്രതധര ശാന്ത ജഡില വൽക്കലാംബര
വൽക്കലമൊക്കെ ധരിച്ച് കമണ്ഡലുമൊക്കെയായി അദ്ദേഹം തപസ് ആരംഭിച്ചു. ആ തപസ് നാൾക്ക് നാൾ വർദ്ധിച്ചു വന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തപസ് കണ്ട് ദേവേന്ദ്രന് ഭയമായി. എങ്ങനെയെങ്കിലും തപസ് മുടക്കണം. എന്തിനാ തപസ് മുടക്കുന്നത്? ദേവേന്ദ്രൻ നശിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ സ്വർഗലോകം കിട്ടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ ഒന്നുമല്ല മാർക്കണ്ഡേയ മഹർഷി തപസ് ചെയ്യുന്നത്. പിന്നെ എന്തിനാ ദേവേന്ദ്രൻ പേടിക്കുന്നത്? ദേവേന്ദ്രൻ്റെ സ്വഭാവം അതാ. ആരെങ്കിലും ഒരാൾ കുറച്ച് അധിക കാലം തപസ് ചെയ്യാൻ തുടങ്ങിയാൽ ഇയാൾക്ക് പേടിയാണ്. 99 യാഗം കഴിഞ്ഞ് 100ാമത്തെ യാഗം ചെയ്യാൻ തുടങ്ങിയാൽ ദേവേന്ദ്രന് പരിഭ്രമാണ്. വേദങ്ങളിൽ ഒരു ഇന്ദ്രനുണ്ട്, പുരാണങ്ങളിലും ഇന്ദ്രനുണ്ട്. വേദങ്ങളിൽ ഇന്ദ്രസംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ദ്രസംജ്ഞ ഭഗവാനെ ഉദ്ദേശിച്ചത് തന്നെയാണ്. എന്നാൽ പുരാണങ്ങളിലെ ഇന്ദ്രൻ സ്വർഗത്തിൻ്റെ അധിപതിയായ ഒരു ദേവനാണ്. സ്വർഗം എന്ന് വെച്ചാൽ 3 ലോകങ്ങളിലും സുഖം നൽകുന്ന ഭൗതിക വസ്തുക്കളൊക്കെയുള്ള ഇടം. അതിൻ്റെ അധിപതിയാണ് ദേവേന്ദ്രൻ. നമ്മളുടെയൊക്കെ ധാരണ ഭൗതിക സാഹചര്യങ്ങൾ തീർത്തും അങ്ങ് അനുകൂലമായാൽ, സുഖം നൽകുന്ന വിഷയങ്ങൾ ധാരാളമായിട്ടുണ്ടായാൽ ജീവിതത്തിൽ സുഖമായി ശാന്തിയായി എന്നാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ആനന്ദം അനുഭവിക്കേണ്ടത്, സുഖം അനുഭവിക്കേണ്ടത് ആരായിരിക്കണം? തീർച്ചയായിട്ടും സ്വർഗലോകത്തിൻ്റെ അധിപനായ ദേവേന്ദ്രനായിരിക്കണം. ഇപ്പം ഇത്രയും ദിവസങ്ങളിലായി ഭാഗവതത്തിൽ ദേവേന്ദ്രൻ്റെ പല കഥകളും നിങ്ങൾ കേട്ടുമല്ലോ. ആ കഥകളൊക്കെ കൂടെ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ദേവേന്ദ്രന് സ്വൈര്യം, സമാധാനം, സ്വസ്ഥതയുള്ള സമയം എത്ര കുറവാണ് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും 99 യാഗം കഴിഞ്ഞാൽ ദേവേന്ദ്രന് പരിഭ്രമായി, അത് മുടക്കാൻ പോകണം. തപസ് ചെയ്യാൻ ഇത്തിരി അധികം തപസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുടക്കാൻ പോകണം. ഇനി ഇല്ലയെന്ന് വെച്ചാൽ ഏതെങ്കിലും അസുരന്മാർ വരവും വാങ്ങി വരും, അവരുമായിട്ട് യുദ്ധം ചെയ്യണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ചാൽ ഇയാൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അഹല്യയോ മറ്റോ ഒക്കെ കാണും, അതിൻ്റെ പുറകെ പോവും, ശാപം വാങ്ങി വയ്ക്കും. ഈ ഇന്ദ്രന് പറ്റുന്ന അമളികൾ, ഇന്ദ്രന് പറ്റുന്ന അബദ്ധങ്ങൾ, ഇന്ദ്രൻ ഒരിക്കലും സ്വൈര്യല്ലായ, ഇതിലൂടെയൊക്കെ പുരാണം എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? ഈ സമ്പത്ത്, ഭൗതിക സുഖ സാഹചര്യം അങ്ങുണ്ടായാൽ, സുഖം നൽകുന്ന വിഷയങ്ങൾ ധാരാളം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നതല്ല സ്വസ്ഥത, ശാന്തി എന്നുള്ളത്. കുഞ്ചനമ്പ്യാർ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. പണം ധാരാളം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന്. ധനിക്കു ശത്രുക്കളസംഖ്യമുണ്ടാം, മനക്കുരുന്നിൽ ഭയമേറ്റമുണ്ടാം, തനിക്ക് അലംഭാവവുമില്ല പിന്നെ കനക്കവേ കൈതവമേറ്റമുണ്ടാം. ഇതൊക്കെയാണ് ഉണ്ടാവുക. ശത്രുക്കൾ ധാരാളം ഉണ്ടാവും. കയ്യിലൊന്നും ഇല്ലാത്തവന് ശത്രുക്കളും ഉണ്ടാവില്ല, ബന്ധുക്കളും ഉണ്ടാവില്ല, അവൻ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ധാരാളം ഉള്ളവനാണ് ഇനിയും കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവുക. അപ്പോൾ ഈ ചിന്ത കൂടിക്കഴിഞ്ഞാൽ മനസ്സിന് സ്വൈര്യം ഉണ്ടാവില്ല. നീ വേണം എന്നുള്ള ചിന്ത കൂടിക്കഴിഞ്ഞാൽ ഭയം ഉണ്ടാവും. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ളവനല്ലേ ഭയമുള്ളൂ, അല്ലാത്തവൻ എന്ത് പേടിക്കാനാ? ഒക്കെ കൂടെ ചിന്തിച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകില്ല എന്നർത്ഥം. അപ്പോൾ ഇതാണ് പുരാണങ്ങൾ ദേവേന്ദ്രന് പറ്റുന്ന അമളികളിലൂടെ, വീഴ്ചകളിലൂടെ, ദേവേന്ദ്രൻ്റെ സ്വഭാവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന സന്ദേശം. ശരി, നിൽക്കട്ടെ, നമുക്ക് കഥയിൽ നിന്ന് മാറിപ്പോയതാണ്, ഇങ്ങോട്ട് തന്നെ വരിക. അപ്പോൾ ദേവേന്ദ്രൻ ഈ മാർക്കണ്ഡേയ മഹർഷിയുടെ ദീർഘതപസ് കണ്ട് ദേവേന്ദ്രന് എങ്ങനെയെങ്കിലും ഇത് മുടക്കണം. അതിനായിട്ട് ഏതത് പുരന്തരഹ ജ്ഞാത്വാ സപ്തമേസ്മിൻ കിലാന്തരേ, അദ്ദേഹത്തിൻ്റെ തപസ് എത്ര കാലമായി തുടങ്ങിയിട്ടെന്നറിയോ? മന്വന്തര ഷടാത്മകാന്ന്. 1ാമത്തെ മന്വന്തരത്തിൽ തുടങ്ങി 6 മന്വന്തരങ്ങളും കഴിഞ്ഞ് 7ാമത്തെ മന്വന്തരത്തിലേക്ക് എത്തിയെന്നാണ്. അപ്പോൾ 7ാമത്തെ മന്വന്തരമായിട്ടും ഇദ്ദേഹത്തിൻ്റെ തപസ് ഇദ്ദേഹം നിർത്തുന്നില്ല എന്ന് കണ്ട സമയത്ത് ദേവേന്ദ്രന് പേടിയായി. ഇനി ഒരു വേള ഇദ്ദേഹം തപസ് ചെയ്യുന്നത് തൻ്റെ കസേരയ്ക്ക് വേണ്ടിയാണെങ്കിലോ, ബ്രഹ്മാവോ വിഷ്ണുവോ മറ്റോ പ്രത്യക്ഷപ്പെട്ടിട്ട് ദേവേന്ദ്രനാവട്ടെ എന്നുള്ള വരം കൊടുത്താൽ പോയില്ലേ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തപസ് മുടക്കണം എന്ന് നിശ്ചയിച്ചു. എന്നിട്ട് ഗന്ധർവ അപ്സരസക്കാമം വസന്തമലയാനിലോ മുനയെ പ്രേഷയാമാസ രജസ്തോകമതോ തഥാ. അപ്പോൾ ഈ തപസ് മുടക്കാൻ ദേവേന്ദ്രന്
സഹായം ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ പ്രധാനിയാണ് കാമദേവൻ. കാമദേവനെ പറഞ്ഞയച്ചു. കൂടെ അപ്സരസുകൾ, നൃത്തം വയ്ക്കാൻ, പാട്ടുപാടാൻ ഗന്ധർവന്മാരും. പിന്നെ ഈ കാമദേവൻ്റെ കൂടെ മലയപർവ്വതത്തിലെ ചന്ദനത്തിൻ്റെ സുഗന്ധം പേറിക്കൊണ്ടുള്ള കാറ്റ്, മലയാനിലൻ ഒക്കെ ഉണ്ട്, വസന്തം. ഇതെല്ലാം കൂടെ ഈ മാർക്കണ്ഡേയ മഹർഷിയുടെ അരികെ ചെന്നു. വസന്തം അങ്ങ് അവിടെ വസന്തകാലമായി, നല്ല സുഗന്ധവും പേറിക്കൊണ്ട് മന്ദമാരുതൻ, സുന്ദരികളായ അപ്സരസുകൾ മഹർഷിയുടെ മുന്നിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. നൃത്തം തുടങ്ങി, പാട്ട് തുടങ്ങി. സാധാരണഗതിയിൽ ഇതൊക്കെ ആരുടെയും മനസ്സിനൊന്ന് ഇളക്കുന്നതാണ്, കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും. എന്നാൽ ഈ അതിസുന്ദരികളായ ദേവസ്ത്രീകളുടെ നൃത്തം, ഗന്ധർവന്മാരുടെ പാട്ട്, മനസ്സിനെ പിടിച്ചു വലിക്കുന്ന വിഷയങ്ങൾ ചുറ്റിനുമുണ്ടായിട്ടും അവ അനുകൂല ഭാവത്തിൽ ചുറ്റിനും വർത്തിച്ചിട്ടും മാർക്കണ്ഡേയയുടെ മഹർഷിയുടെ മനസ്സ് ഇളകിയില്ല എന്നാണ്. അതാണ് ധൈര്യം എന്ന് വെച്ചാൽ. കാളിദാസൻ പറയുന്നുണ്ട്, വികാരഹേതോ സതി വിക്രിയന്തേ യേഷാം ന ചിത്താനി തയേവ ധീരാഹ. വികാരത്തെ ഉണ്ടാക്കുന്ന വിഷയങ്ങൾ ചുറ്റിനും വിക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയും ഏതൊരാളുടെ മനസ്സ് അതിനാൽ ബാധിക്കപ്പെടുന്നില്ലയോ അയാളാണ് ധീരൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിനെ ബാധിക്കാൻ ഇതിനൊന്നും സാധിച്ചില്ല. കാമദേവൻ തന്നെ പരാജയപ്പെട്ടു എന്നാണ്, തോറ്റുപോയി. അപ്പോൾ കാമദേവനെ ജയിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ മാർക്കണ്ഡേയ മഹർഷി കാമദേവനെ ജയിച്ചു എന്നത് ലോകത്തിൽ പ്രസിദ്ധമായി. മാർക്കണ്ഡേയ മഹർഷി അനുഗ്രഹിക്കാനായി കുറേ മുന്നേ കാമദേവനെ ജയിച്ച രണ്ടാൾക്കാരുണ്ട്. ആരാണ്? നരനാരായണന്മാരും. ആ നരനാരായണ മഹർഷിമാർ അനുഗ്രഹായ ആവിരാസിയിൽ നരനാരായണോ ഹരീം മാർക്കണ്ഡേയ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. തൗ ശുക്ലകൃഷ്ണോ നവകഞ്ചലോചനോ ചതുർഭുജോ രൗരവവൽക്കലാംബരോ. ഒരാൾ വെളുത്തിട്ടാണെങ്കിൽ ഒരാൾ കറുത്തിട്ടാണ്. പിന്നെ ചതുർഭുജോ, രണ്ടുപേരും ചതുർഭുക്കുകളാണ്, 4 കൈകളോട് കൂടിയവരാണ്. രൗരവം വൽക്കലം ഒക്കെ ധരിച്ചവരാണ്. പവിത്രപാണി, പവിത്രം ധരിച്ചിട്ടുള്ള കൈകളോട് കൂടിയവരാണ്. അങ്ങനെ കമണ്ഡലും ദണ്ഡമൃജും ചവേണവം, ദണ്ടുണ്ട്, കമണ്ഡലുണ്ട്. പത്മാക്ഷമാലാമുത ജന്തുമാർജനം, താമരമാല ധരിച്ചിട്ടുണ്ട്. ഈ ചെറിയ ജന്തുക്കളൊക്കെ തപസ് ചെയ്യുന്ന സമയത്ത് ഉപദ്രവിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ, കൊതുക് പ്രാണിയൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഈ മഹർഷിമാർ അതിനെ മാർജനം ചെയ്യാൻ ഒരു തുണി കയ്യിൽ പിടിക്കുന്നതാണ്. അതാണ് ഈ ജന്തുമാർജനം. എന്തായാലും ഇതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ട് നരനാരായണ മഹർഷിമാർ മാർക്കണ്ഡേയ മഹർഷിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മാർക്കണ്ഡേയ മഹർഷി നരനാരായണ മഹർഷിമാരെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. ആ സ്തുതി അതിഗംഭീരമാണ്. നമുക്ക് ആ സ്തുതിയിലേക്കൊന്ന് പോവാം. എന്താ പറഞ്ഞത് മാർക്കണ്ഡേയ മഹർഷിയും? ആ സ്തുതിയിലേക്ക് പോകുന്നതിന് മുന്നേ സ്വല്പം ഒന്ന് ചിന്തിക്കണം. പുരാണങ്ങളിൽ സ്തുതികൾ ധാരാളമായിട്ട് കാണാം. ഈ സ്തുതികളുടെയൊക്കെ ഉദ്ദേശ്യം വേദതത്വങ്ങളെ സാധാരണക്കാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. പുരാണങ്ങളുടെ ലക്ഷ്യം തന്നെ അതാണ്. ഇതിഹാസ പുരാണാഭ്യാം വേദംസം ഉപബൃംഹയേത് എന്ന് മഹാഭാരതത്തിൽ കാണാം. ഇതിഹാസ പുരാണങ്ങൾ വേദത്തെ ഉപബൃംഹണം ചെയ്യുക, വിസ്തരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരോട് നേരിട്ട് തത്വം പറഞ്ഞാൽ അത് ദഹിക്കാൻ പ്രയാസമാണ് എന്നറിയുന്ന വേദവ്യാസം തുടങ്ങിയ മഹർഷിമാർ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളെ രസിപ്പിക്കുന്ന കഥകളിലൂടെ വേദാന്ത തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ ചെയ്യുന്നത്. ഇതിഹാസ പുരാണങ്ങൾ വേദാന്ത തത്വങ്ങൾ നേരിട്ട് പറഞ്ഞു തരുന്നത് പ്രധാനമായും സ്തുതികളിലൂടെയും ഉപദേശഭാഗങ്ങളിലൂടെയൊക്കെയാണ്. ഭാഗവതത്തിൽ ധാരാളം സ്തുതികളുണ്ട്. ഭാഗവതത്തിലെ അവസാന ഭാഗത്തെ പ്രധാനപ്പെട്ട സ്തുതിയാണ് മാർക്കണ്ഡേയ മഹർഷിയുടെ സ്തുതി. അവിടെയും മറ്റ് സ്തുതികളെപ്പോലെ തന്നെ വേദാന്ത തത്വങ്ങളാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. കിം വർണ്ണയേ തവ വിഭോ യദുദീരിദോസു സംസ്പന്ദതേ തമനു വാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി വൈ തനുഭൃതാം അജശർവയോശ്ച സ്വസ്യാപ്യഥാപി ഭജതാമസി ഭാവബന്ധു.
കിം വർണ്ണയേ തവ വിഭോ യദുദീരിദോസവും. അറിയോ ഭഗവാനെ, അങ്ങനെ അങ്ങയെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? അങ്ങയുടെ മഹിമയെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത്? ആത്യന്തികമായി അങ്ങ് വാക്കിന് മനസ്സിന് അതീതനാണ്. വാക്കിന് ഒന്നിനെ ബോധിപ്പിക്കാൻ കഴിയുക അത് ബോധിപ്പിക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഗുണത്തോടൊത്തതാകുമ്പോൾ മാത്രമാണ്. ഗുണത്തെ പ്രകാശിപ്പിച്ച് വസ്തുവിനെ നിർദ്ദേശിക്കുകയാണ് വാക്ക് ചെയ്യുന്നത്. നമുക്കൊന്നിനെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ടുന്ന വസ്തുവിന് എന്തെങ്കിലും ഒരു ഗുണം വേണം. ആ ഗുണത്തെ നിർദ്ദേശിച്ച് ആ വസ്തുവിനെ നമ്മൾ ബോധിപ്പിക്കുക, അല്ലേ? ഒന്നൊക്കെ തടിച്ചത്, അല്ലെങ്കിൽ ഇന്ന സ്വഭാവത്തോടു കൂടിയത് പറയാൻ എന്തെങ്കിലും ഒരു ഗുണം വേണം. ആത്യന്തികമായി പരമമായ തത്വം നിർഗുണമാണ്. അതുകൊണ്ട് തന്നെ അനിർദ്ദേശ്യമാണ്, വാക്കിന് വിഷയമല്ല. ഇനി എനിക്ക് എന്നിൽ നിന്നും അന്യമായ ഒന്നിനെ പറയാൻ പറ്റുള്ളൂ. വാക്കെന്നല്ല, ഇന്ദ്രിയങ്ങൾക്ക് ഒന്നിനെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ തന്നിൽ നിന്നും അന്യമായതാകണം അത്. ഇവിടെ പരമമായ തത്വം നമ്മളിൽ നിന്നും അന്യമല്ല, നമ്മുടെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ടൊക്കെ പാരമാർത്ഥിക തലത്തിൽ വാക്കിന് വിഷയമല്ല അഖണ്ഡ സച്ചിദാനന്ദ ബോധം ബ്രഹ്മം ഭഗവാൻ. അതാണ് ഇവിടെ ആദ്യ ശ്ലോകത്തിൽ പറഞ്ഞത്. യദുദീരിദോസുഹു സംസ്പന്ദതേ അസുഹു ഉദീരിത യത്. പ്രാണൻ പ്രവർത്തിക്കുന്നത് ഏതൊരു പരം തത്വത്താൽ പ്രചോദിതനായിട്ടാണോ, പ്രാണൻ മാത്രമോ? സംസ്പന്ദതേ, സ്പന്ദിക്കുന്നത്. തമനു വാങ്മന ഇന്ദ്രിയാണി സ്പന്ദന്തി. വാക്ക്, മനസ്സ്, ഇന്ദ്രിയങ്ങളൊക്കെ തമനു, ഏതൊരു പരം തത്വത്തെ ഭഗവാനെ അനുസരിച്ചാണോ സ്പന്ദന്തി, സ്പന്ദിക്കുന്നത് അഥവാ പ്രവർത്തിക്കുന്നത്. അത് നമ്മളുടെ മാത്രമല്ല, അജ സർവയോശ്ച, ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരുടെ പോലും ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഏതൊരു പരം തത്വത്തെ അനുസരിച്ചുകൊണ്ട് സ്പന്ദിക്കുന്നുവോ അങ്ങനെയുള്ള തത്വത്തെ എങ്ങനെയാണ് പറയാൻ കഴിയുക? കേനോപനിഷത്തിൽ നമുക്ക് കാണാം ഈ ഒരു തത്വം. ഈ 1-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത് അവിടെ ആദ്യ 1-2 മന്ത്രങ്ങളിൽ പറയുന്നുണ്ട്. കേനോപനിഷത്ത് തുടങ്ങുന്നത് തന്നെ കേനേഷിതം പദ്ധതി പ്രേഷിതം മന എന്നാണ്. ആരാൽ പ്രചോദിതനായിട്ടാണ് മനസ്സ് വിഷയങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് അഥവാ മനസ്സ് പ്രവർത്തിക്കുന്നത്? അതാണ് ഇവിടെ എന്തു പറഞ്ഞത്? യദുദീരിദോസു അസുഹു. അസു എന്ന് വെച്ചാൽ പ്രാണൻ എന്നർത്ഥം. ഉപലക്ഷണമായി എടുത്താൽ പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഒക്കെ ഈ അസുശബ്ദം കൊണ്ട് ലക്ഷ്യമാക്കാം. അപ്പോൾ ഇവയൊക്കെ ഏതൊരു പരം തത്വത്താൽ പ്രവർത്തിക്കുന്നുവോ, കണ്ണിലൂടെ കാണുന്നവനാരോ, വാചോഹവാചം സൗ പ്രാണസ്യ പ്രാണ ശ്രോത്രസ്യ ശ്രോത്രം, കണ്ണിൻ്റെ കണ്ണ്, വാക്കിൻ്റെ വാക്ക്. യത് വാച അനഭ്യുദിതം യേന വാഗ് അഭ്യുദ്യതേ തദേവ ബ്രഹ്മ ത്വം വിദ്ധി നേദം യതിതമുപാസതേ. വാക്കിനെ കൊണ്ട് ഭഗവാനെ പറയാൻ കഴിയില്ല. എന്നാൽ വാക്കായി പ്രകാശിക്കുന്നത്, നാവിലൂടെ പ്രകാശിക്കുന്നതാരോ അയാൾ ഭഗവാനാണെന്നറിയൂ എന്നാണ്. കണ്ണുകൊണ്ട് ഭഗവാനെ കാണാൻ കഴിയില്ല. എന്നാൽ കണ്ണിലൂടെ കാണുന്നവനാരോ അവൻ ഭഗവാനാണെന്നറിയൂ. വിജ്ഞാതാരം അരേ കേന വിജാനീയാത് എന്ന് ഇനിയൊരു ഉപനിഷത്ത് പറയും. അറിയുന്നവനെ എങ്ങനെ അറിയാൻ കഴിയുക? പറയുന്നവനെ എങ്ങനെയാ പറയാൻ സാധിക്കുക? ഭഗവാനാണ് നാവിലൂടെ എന്തിനേയും പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ പറ്റി പറയാൻ നാവിന് കഴിയുമോ? ആ തലത്തിൽ കഴിയില്ല. അതാണ് ഇവിടെ എന്തു പറഞ്ഞത്? തുടങ്ങുന്ന സമയത്ത് തന്നെ കിം വർണ്ണയേ തവ വിഭോ യദുദ്വീര്. കിം വർണ്ണയേ, അല്ലയോ ഭഗവാനെ, എന്താണ് ഞാൻ വർണ്ണിക്കേണ്ടത്? എങ്ങനെയാണ് അങ്ങയെ വർണ്ണിക്കേണ്ടത്? അങ്ങ് വർണ്ണനയ്ക്ക് അതീതനാണ്. അങ്ങ് വർണ്ണിക്കുന്നവൻ തന്നെയാണ്. സ്വസ്യാഭി അധാഭി ഭജതാമസി ഭാവബന്ധു. എൻ്റെയും ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവരുടെയും ഇന്ദ്രിയങ്ങളും മനസ്സുമൊക്കെയായി മനസ്സിലൂടെയൊക്കെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നത് ആര് തന്നെയാണ്? അങ്ങ് തന്നെയാണ്.
അങ്ങനെ നമ്മളിൽ ആത്മസ്വരൂപേണ പ്രകാശിക്കുന്ന ഭഗവാൻ തന്നെ ഭജതാമസി ഭാവബന്ധു, ഭജിക്കുന്ന ആൾക്കാർക്ക് ആത്മബന്ധുവായി നിന്ന് ആത്മസാക്ഷാത്കാരത്തെ നൽകുന്നു എന്നാണ്. ഇങ്ങനെ കണ്ണിൻ്റെ കണ്ണായി നാവിൻ്റെ നാവായി നമ്മുടെ സ്വരൂപമായി വിളങ്ങുന്ന ആ പരം ചൈതന്യം തന്നെ തന്നെ ഭജിക്കുന്ന ജീവന് തന്നെ പ്രകാശിപ്പിക്കുന്നു, ആത്മസാക്ഷാത്കാരത്തെ നൽകുന്നു. ഭാവബന്ധു, ആത്മബന്ധു ആരാണ്? അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അങ്ങ് മൂർത്തി ഇമേ ഭഗവതോ ഭഗവൻ ത്രിലോക്യ ക്ഷേമായ താപവിരമായ ച മൃത്യുജിത്യൈ. അപ്പോൾ ഈ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന സർവത്തിൻ്റെയും സത്യം അങ്ങാണ്. അങ്ങല്ലാതെ ഇവിടെ ഒന്നുമില്ല. അങ്ങയുടെ ശക്തിയായ മായയെ സ്വീകരിച്ച് ഈ പ്രപഞ്ചത്തെ അങ്ങയിൽ നിന്നും പുറമേക്ക് പ്രകാശിപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതിനായി നാനാബിഭർഷവിതും അന്യതനുർയഥേദം സൃഷ്ട്വാ പുനർഗ്രസസി സർവമിവോർണനാഭിഹി. അപ്പം നിലനിർത്തുന്നതിനായിട്ട് അങ്ങയുടെ ശക്തിയായ മായയെ സ്വീകരിച്ച് പല രൂപങ്ങളിൽ ഇവിടെ പ്രകടമാകുന്നു. ആയതിനെ അവതാരങ്ങളെന്ന് പറയുന്നു എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഒരു എട്ടുകാലി എങ്ങനെയാണോ തന്നിൽ നിന്നും വലയെ പുറമേക്ക് പ്രകാശിപ്പിച്ച് തന്നിലേക്ക് തന്നെ വലയെ ഉപസംഹരിക്കുന്നത്, അതുപോലെ അങ്ങയിൽ നിന്നും ഈ പ്രപഞ്ചം പുറമേക്ക് പ്രകടമാകുന്നു, അങ്ങയിലേക്ക് തന്നെ വിലയിക്കുകയും ചെയ്യുന്നു. എട്ടുകാലിയുടെ ഉദാഹരണം പറയുന്നത് അന്യവസ്തു ആശ്രയമില്ലാതെയാണ് സൃഷ്ടി നടക്കുന്നത് എന്ന് ബോധിപ്പിക്കാനാണ്. ഉപാദാന കാരണവും നിമിത്ത കാരണവും ഒന്ന് തന്നെ എന്ന് ബോധിപ്പിക്കാനാണ്. എട്ടുകാലി തന്നിൽ നിന്നും അന്യമായ എന്തെങ്കിലും വസ്തുവിൻ്റെ സഹായത്തോടു കൂടിയല്ല വലയുണ്ടാക്കുന്നത്, ആണോ? അല്ല. ഇവിടെ ഒരാൾ ഒന്ന് സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആദ്യ ചോദ്യം വരിക എന്തുകൊണ്ടാണ് അയാൾ സൃഷ്ടിച്ചത് എന്നാണ്. കാരണം ഇല്ലാതെ കാര്യം ഉണ്ടാകില്ല. ഇപ്പോൾ കുശവൻ കുടം ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് കുശവൻ കുടം ഉണ്ടാക്കിയത്? മണ്ണുകൊണ്ട്. അപ്പം മണ്ണെന്ന വസ്തു ഇല്ല എങ്കിൽ കുടമെന്ന കാര്യം ഉണ്ടാകില്ല. കുടത്തെ സൃഷ്ടിക്കാൻ കുശവന് കഴിയില്ല. അപ്പോൾ കുശവന് കുടം സൃഷ്ടിക്കുക എന്നുള്ള തൻ്റെ പ്രവൃത്തിക്ക് മണ്ണിനെ ആശ്രയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നിനെ ആശ്രയിച്ചിട്ട് മാത്രം തൻ്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നവനെ സർവശക്തനെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ പറഞ്ഞാൽ ആ വസ്തുവിന് മുന്നിൽ ഭഗവാൻ പരാശ്രയനായി അതിനെ ആശ്രയിച്ചേ ഭഗവാനെ സൃഷ്ടി ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ സർവശക്തനാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവിടെ സൃഷ്ടിയും സ്രഷ്ടാവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും സൃഷ്ടിജാലവും ആര് തന്നെ? ഭഗവാൻ തന്നെ. അത് കാണിക്കുന്നതിനായാണ് എട്ടുകാലി വല ഉദാഹരണം. ഇവിടെ വേദാന്തത്തിൽ ഈ സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ പല പല ഉദാഹരണങ്ങൾ ദൃഷ്ടാന്തങ്ങളായി പറയും. അതൊക്കെ എന്തിനായി പറയുന്നു എന്ന് ധരിക്കണം. ഇവിടെ എട്ടുകാലി തന്നിൽ നിന്നും വലയുണ്ടാക്കുന്നത് പോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്ന് ധരിക്കരുത്. അവിടെ ആ ഉദാഹരണത്തിൽ നിന്നും ഗ്രഹിക്കേണ്ടത് എന്തുമാത്രമാണ്? അന്യവസ്തു ആശ്രയം ഇല്ലാതെ ഭഗവാൻ സൃഷ്ടി ചെയ്യുന്നു. അവിടെ നിമിത്ത കാരണവും ഉപാദാന കാരണവും കാര്യമൊക്കെ ഭഗവാൻ തന്നെ. അതിനുവേണ്ടിയാണ് സ്വർണം, ആഭരണങ്ങൾ, മണ്ണ്, മൺപാത്രങ്ങൾ ഇതുപോലെ സൃഷ്ടി പറയുന്ന സമയത്ത് പറയുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അവിടെ കാരണങ്ങളുടെ അഭിന്നതയെ കാണിക്കാൻ മാത്രമാണ് ആ ദൃഷ്ടാന്തങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ലാതെ സ്വർണത്തിൽ നിന്നും ആഭരണങ്ങൾ ഉണ്ടാകുന്നത് പോലെ ഭഗവാനിൽ നിന്നും പ്രപഞ്ചം ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? സ്വർണത്തിൽ പരിണാമം സംഭവിച്ചാണ് ആഭരണങ്ങൾ ഉണ്ടാകുന്നത്. ഒരു സ്വർണ്ണക്കട്ടി ആഭരണങ്ങളായി മാറിയാൽ പിന്നെ സ്വർണ്ണക്കട്ടി എന്ന നിലയ്ക്ക് അതിന് നിൽപ്പില്ല. സ്വർണ്ണക്കട്ടി ഇല്ലാതെയായി. എന്തിൽ പരിണാമം സംഭവിക്കുന്നുവോ അത് നശിക്കും. പരിണാമം എന്നതേ നാശമാണ്. അപ്പോൾ സ്വർണ്ണ ആഭരണമാകുന്ന പോലെ ഭഗവാൻ ഈ പ്രപഞ്ചമായി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അവിടെ
സൃഷ്ടിക്കായുള്ള ഏറ്റവും യോജിക്കുന്ന ഉദാഹരണം ഏതു മാത്രമാണ്? പാമ്പ്, കയറ് എന്നത് മാത്രമാണ്. സൃഷ്ടി എന്ത് എന്ന് നിർവചിക്കാൻ സ്വീകരിക്കാവുന്ന ഉദാഹരണം. കയറിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ പാമ്പ് ഉള്ളതായി തോന്നുന്നു. അഖണ്ഡ സച്ചിദാനന്ദബോധം യാതൊരു പരിണാമവും കൂടാതെ നിലനിൽക്കുന്നു. ആ സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാന്റെ മായ നിമിത്തം ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നുന്നു. പ്രപഞ്ച സൃഷ്ടിയും നിലനിൽപ്പും നാശവും സംഭവിക്കുന്നു. ഇത് എന്തിനാ ചോദിച്ചാൽ ഉത്തരമില്ല. എന്തിനാ ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്? ഉത്തരമില്ല അതിന്. ഭഗവാന്റെ സ്വഭാവം, ബ്രഹ്മത്തിൻ്റെ സ്വഭാവം എന്ന് പറയാനേ പറ്റുള്ളൂ. ചന്ദ്രൻ്റെ സ്വഭാവം ചന്ദ്രിക എന്ന പോലെ. അതീ ഭൗതിക ശാസ്ത്രത്തിൽ, ഈ ഭൗതിക ലോകത്തിലും അങ്ങനെ തന്നെയാണ്. എന്തിനെന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടില്ല. ഇപ്പോൾ വെള്ളം എന്ന് വെച്ചാൽ H2O ആണ്, ഹൈഡ്രജനും ഓക്സിജനും. ഈ ഹൈഡ്രജനും ഓക്സിജനും വേറെ വേറെ നിന്നാൽ പോരെ, ഇത് എന്തിനാ കൂടിച്ചേർന്ന് വെള്ളമായതെന്ന് ചോദിച്ചാൽ വെള്ളം എന്നാൽ ഇതാണ് എന്ന് പറയും. പക്ഷേ എന്തിന് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നു, എന്തിന് വെള്ളമായി? അതിന് ഉത്തരമില്ല. ശരി, എന്തായാലും സൃഷ്ടുവാ പുനർഗ്രസസി സർവം വിവർണനാഭി, ഒരു 8 കാലി തന്നിൽ നിന്നും വലയെ പുറമേക്ക് പ്രകാശിപ്പിച്ച് തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കുന്നത് പോലെ അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ പ്രപഞ്ചത്തെ തന്നിൽ നിന്നും പുറമേക്ക് പ്രകടിപ്പിക്കുന്നു, തന്നിലേക്ക് ലയിപ്പിക്കുന്നു. തസ്യാവിതു സ്ഥിരചരേശിതുരംഘ്രിമൂലം യൽസ്ഥം ന കർമ്മഗുണകാലരുജസ്പൃശന്തി. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ അങ്ങ് മാത്രമേ ഉള്ളൂ. സൃഷ്ടിക്ക് മുന്നേ ഉണ്ടായിരുന്നത് അങ്ങാണ്, ഈ സൃഷ്ടിക്ക് ശേഷം അങ്ങാണ്. ഇന്ന് ഈ സ്രഷ്ടമായി കാണുന്ന ഈ പ്രപഞ്ചം പലതുണ്ട് എന്നിന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പലതിൻ്റെ ഉണ്മ അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് സ്ഥിരചരേശിതുഹു, സ്ഥിരചരേശിതുവായ അങ്ങയെ, സ്ഥിരം ചരം, സ്ഥിരം എന്ന് വെച്ചാൽ ഉറച്ചു നിൽക്കുന്നത്, ചരം ചലിക്കുന്നത്. അപ്പോൾ ഇവിടെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാറ്റിൻ്റെയും ഈശിത്വം ആരിലാണ്? ഈശിത്വം എന്ന് വെച്ചാൽ നിയന്ത്രണം. ഈശനശീലത്വാത് ഈശ്വരഹാന. ഈശിത്വം ഉള്ളതുകൊണ്ടാണ് ഈശനശീലം ഉള്ളതുകൊണ്ടാണ് ഒരാൾ ഈശ്വരനാകുന്നത്. നിയന്ത്രിക്കുന്നവനാണ് ഈശ്വരൻ. അപ്പോൾ സ്ഥിരചരേശിദുഹു എന്ന് വെച്ചാൽ സ്ഥിരങ്ങളും ചരങ്ങളുമായ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൻ ആര്? ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ അംഘ്രിമൂലം, പാദാരവിന്ദത്തെ, യൽസ്ഥം, ഈ സർവവും ഏതൊരു ഭഗവാനിൽ നിലകൊള്ളുന്നുവോ, കർമ്മഗുണകാലരുജസ്പൃശന്തി, ഏതൊരു പരം തത്വത്തെ കർമ്മ ഗുണകാലങ്ങൾ ബാധിക്കുന്നില്ലയോ, സ്പർശിക്കുന്നില്ലയോ, യദ്വൈ സ്തുവന്തി നിനമന്തി യജന്തി അഭീക്ഷണം, ഏതൊരു ഭഗവാന്റെ പാദപത്മങ്ങളെ വേദഹൃദയാഹ മുനയഃ സ്തുവന്തി നിനമന്തി യജന്തി ധ്യായന്തി, സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു, യജിക്കുന്നു, ധ്യാനിക്കുന്നു. എന്തിനായിട്ട്? തദാപ്യൈ, അത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്ത് കിട്ടാൻ വേണ്ടിയിട്ട്? ഏതൊരു പാദാരവിന്ദത്തെ, ആ പാദാരവിന്ദം ലഭിക്കുവാനായി വേദഹൃദയാഹ മുനയഃ, വേദഹൃദയന്മാരായ, വേദം ഹൃദയത്തിൽ ഉറച്ചിട്ടുള്ള മഹർഷീശ്വരന്മാർ സ്തുവന്തി, സ്തുതിക്കുന്നുവോ, നമസ്കരിക്കുന്നുവോ, ധ്യാനിക്കുന്നുവോ, ഏതൊരു പാദമൂലത്തിൽ ഈ സർവപ്രപഞ്ചവും നിലകൊള്ളുന്നുവോ, ഏതൊരു ഭഗവാൻ ഈ സ്ഥിരചരങ്ങളായ സർവത്തിനെയും നിയന്ത്രിക്കുന്നുവോ, അങ്ങനെയുള്ള ഭഗവാന്റെ അംഘ്രിമൂലത്തെ, പാദാരവിന്ദത്തെ അല്ലയോ ഭഗവാനെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ്. ആ ഒരു പാദാരവിന്ദം അല്ലാതെ വേറൊരു മാർഗമില്ല ഇവിടെ ഒരു ജീവന് പരമമായ ലക്ഷ്യപ്രാപ്തിക്ക്, സംസാരമോചനത്തിന്. നാന്യം തവാംഘ്രുപനയാത് അപവർഗമൂർത്തേ ക്ഷേമം ജനസ്യ പരിതോഭിയ ഈശവിത്മഹ. പരിതോഭിയ, പരിതഃ ചുറ്റിനും, ചുറ്റിനും ഭീ ഭയം ഉള്ള സംസാരികളായ ജീവന്മാർക്ക്. നമുക്ക് ചുറ്റിനും ഭയമാണ് അല്ലേ? അതെ, എപ്പോഴും ഭയമാണ്. അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം, അത് കിട്ടില്ലേ എന്നുള്ള ഭയം. ഇങ്ങനെ എവിടെയും ഭയന്നുകൊണ്ട് ദുഃഖമനുഭവിച്ചുകൊണ്ട്
നടക്കുന്ന ജീവന്മാർക്ക് തവാഘ്രി ഉപനയാത് അപവർഗമൂർത്തേഹേ, അല്ലയോ അപവർഗമൂർത്തിയായ ഭഗവാനേയും കൈവല്യമൂർത്തിയായ ഭഗവാനേയും അങ്ങയുടെ അഘ്രി അല്ലാതെ അന്യം വേറെയൊന്നില്ല. അങ്ങയുടെ പാതാരവിന്ദത്തെ സേവിക്കുക എന്നുള്ളതല്ലാതെ ഭയം നീങ്ങാൻ, ദുഃഖം നീങ്ങാൻ വേറൊരു വഴിയില്ല എന്നർത്ഥം. ഇത് ഏകാദശ സ്കന്ധത്തിൽ ഭാഗവത ധർമ്മം തുടങ്ങുന്ന സമയത്ത് അവിടെ കവി എന്ന് പറഞ്ഞ നവയോഗികളിൽ ഒന്നാമത്തെ ആൾ പറയുന്നുണ്ട്, ഇവിടെ സർവദാ ഭയം അനുഭവിക്കുന്ന ജീവന്മാർക്ക് ഭയനിവൃത്തിക്കായി, ദുഃഖനിവൃത്തിക്കായി ഒരൊറ്റ വഴിയേ ഉള്ളൂ. അതെന്താണ്? അച്യുതസ്യ പാതാരവിന്ദോപാസനം, അച്യുതൻ്റെ പാതാരവിന്ദങ്ങളെ ഉപാസന ചെയ്യൽ. അവിടെ ആ അച്യുതൻ എന്നുള്ള വിശേഷണം ശ്രദ്ധിക്കേണ്ടതാണ്. അച്യുതൻ ആരാണ്? ച്യുതി ഇല്ലാത്തവൻ, നാശം ഇല്ലാത്തവൻ. അപ്പം നാശം ഇല്ലാത്തവനെ ആശ്രയിക്കലാണ് ഭയദുഃഖങ്ങൾ നീങ്ങുവാനുള്ള വഴി. ഈ ഭയദുഃഖങ്ങൾ ഉണ്ടായതും ഇന്ന് നിലനിൽക്കുന്നതും എന്തുകൊണ്ടാണ്? നാശം ഉള്ളവയെ ആശ്രയിച്ച്, നാശം ഉള്ളവയിൽ സത്യബുദ്ധി വെച്ച്, അത് പരമമാണെന്ന് കരുതി അതിൽ ബന്ധമുണ്ടാക്കി അതില്ലാതെ ഞാനില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ടാണ്. ചിന്തിച്ച് നോക്കുക, ഈ ലോകത്തിലുള്ള സർവ്വ വിഷയങ്ങളും നാശമുള്ളവയാണ്, ഈ ശരീരമടക്കം. എന്നാൽ ആ ബോധ്യം നമുക്ക് തീർത്തും ഉണ്ടാകുന്നുണ്ടോ? പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ മരിച്ചു എന്ന് കേട്ടാൽ, എന്തെങ്കിലുമൊക്കെ നശിച്ചു എന്ന് കേട്ടാൽ തൽക്കാലം ഉണ്ടാകുന്നുണ്ട്. നിലനിൽക്കുന്നുണ്ടോ അത്? ഇല്ല. ഞാൻ മരിക്കും എന്നങ്ങോട്ട് തോന്നുന്നുണ്ടോ? അറിയാം നമുക്ക് മരിക്കും എന്നുള്ളത്. പക്ഷെ അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. ഇനിയും കുറേ കാലമുണ്ട്. ഞാൻ ചുറ്റിനും ആൾക്കാർ മരിച്ച് വീണുകൊണ്ടിരിക്കുകയും തൻ്റെ മരണത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ചുറ്റിനും നാശങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോഴും തൻ്റെ ആൾക്കാർക്ക് തനിക്കുള്ളതെന്ന് താൻ വിചാരിക്കുന്നവയ്ക്കും ഈ നാശം എപ്പോഴും ഉണ്ടാകാമെന്നുള്ള ചിന്ത ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടാകുന്നില്ല. അത് ഉണ്ടായിരുന്നുവെങ്കിൽ, അത് തീർത്തും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മമത എന്നതൊന്നും നമുക്കുണ്ടാകില്ല, സംശയമില്ല. അടുത്ത നിമിഷം നശിക്കും ഒന്ന് എന്ന ഉറപ്പ് ഒന്നിലുണ്ടായാൽ അതില്ലാതെ ഞാനില്ല എന്നുള്ള മമത അതിലുണ്ടാവില്ല, സംശയമില്ല അതിൽ. അപ്പം ഈ മമത ശക്തമായി നിലനിൽക്കുന്നത് ലോകത്തിൻ്റെ അനിത്യ സ്വഭാവം ധരിക്കാത്തത് കൊണ്ടാണ്. അതുതന്നെയാണ് ഭയത്തിന്, ദുഃഖത്തിന് കാരണം. വേറെ ഒന്നുമല്ല. ഒറ്റ കാരണമേ ഉള്ളൂ ദുഃഖത്തിന്. അനിത്യത്തിൽ നിത്യബുദ്ധി. ഈ പ്രപഞ്ചം അനിത്യമാണ്, ഈ ശരീരം അനിത്യമാണ്, എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാകുന്നതാണ്. അത് നിത്യമാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ് ദുഃഖത്തിനുള്ള ഒരേ ഒരു കാരണം. അപ്പോൾ എളുപ്പമല്ലേ ദുഃഖം ഇല്ലാതെയാക്കാൻ? ആ കാരണത്തെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. എന്ത്? ഈ ലോകം അനിത്യമാണ്, ക്ഷണികമാണ്. അതങ്ങ് ഉറപ്പിച്ചാൽ മതി, നിരന്തരം വിചാരം ചെയ്ത് ഉറപ്പിച്ചാൽ മതി. അത് എത്ര കണ്ട് ഉറയ്ക്കുന്നുവോ അത്ര കണ്ട് ഭയം നീങ്ങും. നിത്യമായിട്ടുള്ളത് ഭഗവാൻ മാത്രം. ഈ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന സർവത്തിൻ്റെയും ചേതന, സർവത്തിൻ്റെയും ചൈതന്യം, ഉണ്മ, അത് നിത്യമാണ്. എന്നിൽ ഞാൻ എന്ന് നിരന്തരം സ്പന്ദിക്കുന്ന ആ പരമചൈതന്യം അത് നിത്യമാണ്. അപ്പോൾ അനിത്യമായ ഈ ശരീരങ്ങളിൽ നിന്ന് മനസ്സ് വേർപെടുത്തി നിത്യമായ ചൈതന്യത്തിലേക്ക് മനസ്സുറപ്പിക്കുക. അതാണ് ഭയനിവൃത്തിക്കുള്ള, ദുഃഖനിവൃത്തിക്കുള്ള ഉപായം എന്നർത്ഥം. അതാ മാർക്കണ്ഡേയ മഹർഷി ഇവിടെ പറഞ്ഞത്. അങ്ങയുടെ പാതാരവിന്ദത്തെ ആശ്രയിക്കുകയല്ലാതെ വേറൊരു മാർഗമില്ല സംസാരികൾക്ക് സംസാരമുക്തിക്കായിട്ട്. ബ്രഹ്മാഭിഭേദി അലമതോ ദ്വിപരാർദ്ധധിഷ്ണ്യ. ദ്വിപരാർദ്ധങ്ങളാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. ആ രണ്ട് പരാർദ്ധങ്ങൾ ആയുസ്സുള്ള ബ്രഹ്മാവ് പോലും ബിഭേദി, ഭയക്കുന്നു. ഇല്ലേ? എന്താ ഭയം? രണ്ട് പരാർദ്ധം കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പോയി പോവുമല്ലോ എന്നുള്ള ഭയമാണ്. രണ്ട് പരാർദ്ധം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടെന്ന? നമ്മുടെ ആയുസ്സും ബ്രഹ്മാവിൻ്റെ ആയുസ്സും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര വലിയ ആയുസ്സാണ് ബ്രഹ്മാവിന്. എന്നാൽ പോലും ആ ബ്രഹ്മാവിനും ഭയമാണ്. കാലസ്യതേ കിമുതൽകൃത ഭൗതികാനാം. ബ്രഹ്മാവ് പോലും കാലനെ ഭയക്കുന്നു എന്നാണ്.
അപ്പോൾ ഈ ഭയം നീങ്ങാനുള്ള വഴി എന്തുമാത്രമാണ് ഭഗവാനെ? അങ്ങയുടെ പാദാരവിന്ദത്തെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ്. തദ്വേ ഭജാമി ഹൃദയസ്തവ പാദമൂലം ഹിത്വേദമാത്മച്ഛതി ചാത്മഗുരോപരസ്യ ദേഹാദി അപാർത്ഥം അസത് അന്ത്യം അഭിജ്ഞമാത്രം ബിന്ദേദത്തെ തരിഹി സർവമനീഷിതാർത്ഥം. അതുകൊണ്ട് ആത്മച്ഛതി, ആത്മാവിനെ മറയ്ക്കുന്ന, സത്യത്തെ മറയ്ക്കുന്ന ദേഹാദി, ഈ ദേഹാദി വിഷയങ്ങൾ, ശരീരം തുടങ്ങിയ വിഷയങ്ങൾ, അവ അപാർത്ഥം അസത് അന്ത്യം അഭിജ്ഞമാത്രം. ഈ ശരീരാദി വിഷയങ്ങൾ അസത്താണ് എന്നുള്ളതല്ല, എപ്പോൾ വേണമെങ്കിലും ഇല്ലാതെയാകുന്നതാണ്, അന്ത്യം നാശമുള്ളതാണ്, അഭിജ്ഞമാത്രം. ഇതിനെയൊക്കെ നിലനിർത്തുന്നത് പരമമായ ജ്ഞാനമാണ്. അഭിജ്ഞമാത്രങ്ങളാണ് ഈ വിഷയങ്ങൾ, ശരീരാദി വിഷയങ്ങളൊക്കെ എന്ന് വെച്ചാൽ പരമമായ ചൈതന്യമാണ് ഈ കാണുന്നതിൻ്റെയൊക്കെ നിലനിൽപ്പിന് ആധാരം എന്നർത്ഥം. അതിൽ നിന്നും ഭിന്നമായി ശരീരാദി വിഷയങ്ങൾക്ക് നിലനിൽപ്പേയില്ല എന്നറിഞ്ഞ് ഇന്ന് ഈ ശരീരാദി വിഷയങ്ങളിൽ ഞാൻ വച്ചിരിക്കുന്ന സത്യബുദ്ധി ഹിത്വാ ഉപേക്ഷിച്ച് ഭജാം തവ പാദമൂലം ഭജാമീ, അല്ലയോ ഭഗവാനെ അങ്ങയുടെ പാദമൂലത്തെ ഞാൻ ഭജിക്കുന്നു. അങ്ങനെ അങ്ങയുടെ പാദമൂലത്തെ ഉപാസിക്കുക എന്നുള്ളത് വിന്ദേതത്തെ തരിഹി സർവമനീഷിതാർത്ഥം. എങ്ങനെയുള്ളതാണ്? സർവ അഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതാണ്. സർവമനീഷിതാർത്ഥം എന്ത്? അങ്ങയെ ഉപാസിക്കുക എന്നുള്ളത്. അനന്യാശ്ചിന്തയന്തോ മാ യേജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ ഒരു സംശയവും കൂടാതെ പറഞ്ഞിട്ടുണ്ട്. സർവത്തെയും ഉപേക്ഷിച്ച് എന്നെ ആശ്രയിച്ചാൽ അയാളുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ ആരും പറഞ്ഞത്? മാർക്കണ്ഡേയ മഹർഷിയും പറഞ്ഞത്. ഭഗവാന്റെ പാദങ്ങളെ ഉപാസിക്കുക എന്നുള്ളത് സർവമനീഷിതാർത്ഥം. സത്വം രജസ്തമ ഇതീശതവാത്മബന്ധോ മായാമയാ സ്ഥിതിലയോദയ ഹേതവോസ്യ ലീലാധൃതായദപി സത്വമയീ പ്രശാന്തി നാന്യേ നൃണാം വ്യസനമോഹഭിയശ്ചയാഭ്യാം. ഭഗവാനെ അങ്ങയുടെ മായയിൽ 3 ഗുണങ്ങളാണ്, സത്വം രജസ് തമസ്. ഈ 3 ഗുണങ്ങളിലും അങ്ങ് പ്രതിബിംബിച്ച് പ്രകാശിച്ചപ്പോൾ 3 മൂർത്തികളുണ്ടായി: ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അതിൽ അങ്ങ് വിഷ്ണുവാണ് എന്ന് വെച്ചാൽ നരനാരായണന്മാരായി അവതരിച്ചിരിക്കുന്നത് സത്വമൂർത്തിയായ വിഷ്ണുവാണ്. അപ്പോൾ ബ്രഹ്മാവ് ശിവൻ മോശം എന്നല്ല, സത്വഗുണത്തിൽ പ്രതിബിംബിച്ച് പ്രകാശിക്കുന്ന സത്വമൂർത്തി അങ്ങാണ് എന്നതിനാൽ അങ്ങയെ ആശ്രയിക്കുന്നത്, അങ്ങയെ ഉപാസിക്കുന്നവൻ്റെ ഉള്ളിലുള്ള സത്വഗുണ സമ്പത്തിക്കും അഥവാ അഭിവൃദ്ധിക്കും അതുവഴി പരമമായ മോക്ഷത്തിനും എളുപ്പത്തിൽ കാരണമാകുന്നു എന്നാണ്. അതുകൊണ്ട് സത്വസ്വരൂപിയായ അങ്ങയെ ഞാൻ ഉപാസിക്കുന്നു എന്നാണ്. ശുക്ലാം തനും സ്വദയിതാ കുശലാഭജന്തി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്രയോ ഭക്തന്മാർ സത്വമൂർത്തിയായ അങ്ങയെ ഉപാസിച്ചത്, ഇപ്പോഴും ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള തസ്മേ നമോ ഭഗവതേ പുരുഷായ ഭൂമ്നേ വിശ്വായ വിശ്വഗുരവേ പരദേവതായേ. അങ്ങയ്ക്കായിട്ട് നമസ്കാരം. എങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം? ഭഗവതേ, അങ്ങ് ഭഗവാനാണ്. ആരാണ് ഭഗവാൻ? ഭവത്തെ ഇല്ലാതെയാക്കി യോഗത്തെ പ്രദാനം ചെയ്യുന്ന ആളാരോ അയാളാണ് ഭഗവാൻ എന്നൊരു വ്യാഖ്യാനമുണ്ട്. ഭവം നിഹത്യ യോഗം ദദാതി. സംസാരത്തെ നീക്കി യോഗത്തെ, പരമമായ മുക്തിയെ നൽകുന്നവൻ. ആ നിലയ്ക്കുള്ള കൈവല്യമൂർത്തിയാണ് അങ്ങ്. പുരുഷായ ഭൂമ്നേ, പരംപുരുഷനാണ്. ഈ പ്രപഞ്ചമാകുന്ന പുരത്തിൽ ശയിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വമാണ്. വിശ്വായ വിശ്വഗുരവേ പരദേവതായേ. ഈ വിശ്വമായി പ്രകാശിക്കുന്നവനാണ്, വിശ്വത്തിൻ്റെ ഗുരുവാണ്. നാരായണായ ഋഷയേ ച നരോത്തമായ ഹംസായ സംയതഗിരേ നിഗമേശ്വരായ. അങ്ങനെയുള്ള നാരായണനായിക്കൊണ്ട്
നരനായിക്കൊണ്ട് എൻ്റെ മുന്നിൽ 2 സ്വരൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാരായണനും നരനുമായി വിളങ്ങുന്ന അങ്ങയ്ക്ക് നമസ്കാരം. യം വേന വേദ വിദധാക്ഷപഥേർഭ്രമദ്ധി സന്തം സ്വഖേഷു അസുഷു ഹൃദ്യപി ദൃക്പഥേഷു. അല്ലയോ ഭഗവാനെ, ആര് ഈ ശരീരാദി വിഷയങ്ങൾ സത്യബുദ്ധി വെച്ച് ഇന്ദ്രിയങ്ങളാൽ പ്രമത്തനായി ഈ വിഷയസുഖങ്ങളുടെ പിറകിൽ ഓടുന്നുവോ അങ്ങനെയുള്ളവന് അങ്ങേ ഒരിക്കലും കാണാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളവൻ്റെ മുന്നിൽ അങ്ങ് മറഞ്ഞു നിൽക്കുന്നു. തന്മായ ആവൃതമതി സ ഉ ഏവ സാക്ഷാത് ആദ്യത്തവാഖില ഗുരോരുപസാദ്യവേദം. മായയെ ആശ്രയിച്ച് മറഞ്ഞു നിൽക്കുന്നു. മായയ്ക്ക് അടിപ്പെട്ടവന് അങ്ങ് അദൃഷ്ടനാണ് എന്നർത്ഥം. എന്നാൽ അങ്ങയെ ഉപാസിക്കുന്നവനോ എങ്ങനെ ഉപാസിക്കണം? വേദത്തെ ആശ്രയിച്ച് അങ്ങയെ ഉപാസിക്കുന്നവൻ ഈ മായയാകുന്ന ആവരണത്തെ നീക്കി പരമമായ സത്യത്തെ ദർശിക്കുന്നു എന്നാണ്. അപ്പോൾ വേദത്തെ ആശ്രയിക്കലാണ് യദ്ദർശനം നിഗമ ആത്മരഹപ്രകാശം മുഹ്യന്തിയത്ര കവയോചപരായതന്ത തം സർവവാദ വിഷയ പ്രതിരൂപശീലം വന്ദേ മഹാപുരുഷമാത്മനി ഗൂഢബോധം. അപ്പം പരമമായ വേദത്തെ ആശ്രയിക്കുന്നവൻ എന്ന് വെച്ചാൽ വേദത്തിൻ്റെ പരമമായ താല്പര്യത്തെ അറിഞ്ഞുപാസിക്കുന്നവൻ യാതൊരു വാദങ്ങൾക്കും പോകാതെ പരമമായ സത്യത്തെ ദർശിക്കുന്നു, സാക്ഷാത്കരിക്കുന്നു. വേദത്തിൻ്റെ പരമമായ താല്പര്യത്തെ അറിയാത്തവനോ അവൻ ഈ വാദങ്ങളിൽ ഭ്രമിച്ച് അതൊക്കെ തന്നെ സത്യമെന്ന് കരുതി അവിടെ കഴിയുന്നു എന്നാണ്. തം സർവവാദ വിഷയപ്രതിരൂപശീലം. ഈ വാദങ്ങളിലൂടെയൊക്കെ പ്രകാശിക്കുന്നവൻ ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് വാദങ്ങളിൽ ഭ്രമിക്കുന്നവൻ അവൻ ആ വാദങ്ങളിലൂടെ തൽക്കാലം ലഭിക്കുന്നത് സത്യമാണ്, അത് മതി എന്ന് തോന്നും. അതിൻ്റെയൊക്കെ ഉണ്മ ഭഗവാനായതുകൊണ്ട് അവൻ അവിടെ തന്നെ കിടക്കുന്നർത്ഥം. എന്നാൽ പരമമായ വേദാന്തത്തെ ആശ്രയിച്ച് വേദത്തിൻ്റെ പരം താല്പര്യത്തെ ആശ്രയിച്ച് അങ്ങയെ ഉപാസിക്കുന്നവൻ അങ്ങയെ സാക്ഷാത്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മാർക്കണ്ഡേയ മഹർഷി സ്തുതിച്ചത്. അപ്പോൾ സ്തുതി കഴിഞ്ഞു. സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാൻ മാർക്കണ്ഡേയ മഹർഷിയോട് പറഞ്ഞു, വയം തേ പരിതുഷ്ടാസ്മ ത്വൽ ബൃഹൽവ്രതചര്യയാ വരം പ്രതീച്ച ഭദ്രം തേ വരദേശാത് അഭീപ്സിതം. അങ്ങയുടെ ഈ വ്രതനിഷ്ഠയിൽ ഞങ്ങൾ വളരെ പ്രസന്നരായി. 7 മന്വന്തരായി തപസ് തുടങ്ങിയിട്ടേ കാമദേവന് പോലും അങ്ങയുടെ തപസ്സിനെ ബാധിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. എന്താ വേണ്ടത്? വരം പ്രതീച്ച ഭദ്രം തേ വരദേശാത് അഭീപ്സിതം. അഭീപ്സിതമായ വരം ചോദിച്ചോളാൻ പറഞ്ഞു. മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, വരേണ ഏതാവതാലും നോ യദ്ഭവാൻ സമദൃശ്യത. ഭഗവാനെ, അങ്ങയെ കണ്ടു, ഇപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി ഇതിൽ പരം വേറൊരു വരം എന്താ ഉള്ളത്? യസ്യ ശ്രീമത് പാദാബ്ജ ദർശനം. അങ്ങയെ ദർശിക്കുക എന്നുള്ളതിൽ പരമായി വേറൊരു വരമില്ല. അതുകൊണ്ട് കിട്ടേണ്ടതിൽ വെച്ച് പരമമായത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിലും അഥാപി അംബുജപത്രാക്ഷ പുണ്യശ്ലോക ശിഖാമണേ ദ്രക്ഷിയെ മായാം യയാലോക സപാലോ വേദസദ്ഭിതാം. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താ ആഗ്രഹം? അങ്ങയുടെ ശക്തിയായ മായയെ ഒന്ന് കാണണം. ദ്രക്ഷിയെ, മായയെ ഒന്ന് എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്നാണ്. ഇദ്ദേഹത്തിന് മായ എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളൊക്കെ മായയിൽ പെട്ടുടലുകയാണ്. മാർക്കണ്ഡേയ മഹർഷിയും ഇതുവരെ മായ കണ്ടിട്ടില്ല. അപ്പം മായയെ ഒന്ന് കണ്ടാൽ തിരക്കടില്ല, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. തഥേതി സ്മയൻ പ്രാഗാത് ബദതി ആശ്രമീശ്വര. തഥാ ഇതി, അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ഒന്ന് ചിരിച്ചുകൊണ്ട് നരനാരായണ മഹർഷിമാർ അപ്രത്യക്ഷരായി എന്നാണ്. മാർക്കണ്ഡേയ മഹർഷി തൻ്റെ ആശ്രമത്തിൽ തന്നെ ഇരിക്കുന്നു. ധ്യായൻ സർവത്ര ച ഹരിം ഭാവദ്രവ്യേരപൂജയത്. സർവത്ര ഹരിയെ ഭാവന ചെയ്തുകൊണ്ട് അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാനിലുള്ള പരംപ്രേമം കൊണ്ട് പലപ്പോഴും പൂജ തന്നെ മറന്നുപോകും. അങ്ങനെയൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ തസ്യേകദാ ഭൃഗുശ്രേഷ്ഠ പുഷ്പഭദ്രാതടയേ മുനേയും. അപ്പോൾ എവിടെ അദ്ദേഹത്തിൻ്റെ ആശ്രമം? പുഷ്പഭദ്ര നദീതീരത്താണ്. അവിടെ ഒരു ദിവസം സന്ധ്യാസമയത്ത് ഇദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയും
വായുരഭോന്മഹാൻ, വലിയൊരു കൊടുങ്കാറ്റ് വീശിയെന്നാണ്. ആ കൊടുങ്കാറ്റോട് കൂടി അങ്ങ് ആരംഭിച്ചു. തം ചണ്ഡശബ്ദം സമുദീരയന്തം വലാഹകൻ അന്വഭവൻ കരാളാഹ അക്ഷസ്ഥവിഷ്ഠാമുജുസ്തടിദ്ഭി സ്വനന്ത ഉച്ചൈരഭിവർഷധാരാഹ. വലിയ കാറ്റങ്ങ് വീശി മേഘങ്ങൾ വന്ന് നിരന്നു. അതിഗംഭീരമായ മഴയങ്ങ് തുടങ്ങി. മഴ നിൽക്കുന്നേയല്ല, ആനയുടെ തുമ്പിക്കൈ പോലെ ഓരോരോ തുള്ളി വീഴുന്നത് എന്നാണ്. കുറച്ചും കഴിഞ്ഞതോടുകൂടി മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. ജലാശയങ്ങൾ നിറഞ്ഞു തുടങ്ങി. ആ നിറഞ്ഞ ജലാശയങ്ങൾ കവിഞ്ഞു തുടങ്ങി. കവിഞ്ഞ് ജലാശയങ്ങൾ ഒന്നായി തുടങ്ങി. എന്തിനു പറയുന്നു? പുഷ്പഭദ്രാ നദി കരകവിഞ്ഞു. പല നദികളുമായി അതൊന്നു ചേർന്നു. പ്രളയമുണ്ടായി. ഇദ്ദേഹം ആ പ്രളയജലത്തിൽപ്പെട്ടു. പിന്നൊന്നും പറയേണ്ട, വലിയ കഷ്ടമായിരുന്നു എന്നാണ്. കൊജിൽ ഗതോ മഹാവർത്തേ തരളയെ സ്ഥാടിത കൊജിൽ യാദോഭിർ ഭക്ഷ്യതേ ക്വാബി സ്വയം അന്യോന്യഘാതിബി. കൊജിൽ ശോകം, കൊജിൽ മോഹം, കൊജിൽ ദുഃഖം, സുഖം, ഭയം. ആ പ്രളയജലത്തിൽപ്പെട്ട് ഇടയ്ക്ക് വലിയ ചുഴിയിലൊക്കെ വീഴുന്ന സമയത്ത് അവിടെ വട്ടം തിരിഞ്ഞിട്ട് വല്ലാത്ത ബുദ്ധിമുട്ട്. അങ്ങനെ ചുഴിയിൽപ്പെട്ട് വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കെ ഒരു വട്ടം തിരിയലിൽ ആ ചുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടും. ചാടുന്നത് പ്രളയജലത്തിലേക്കാണെങ്കിൽ പോലും കരയിലേക്കൊന്നല്ല, വെള്ളത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ചുഴിയിൽ നിന്നും വെള്ളത്തിലേക്ക് വീഴുമ്പോൾ ചുഴിയെ അപേക്ഷിച്ചൊരു സുഖം അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് കൊജിൽ സുഖം, കുറച്ച് സുഖം ഉണ്ടായി എന്നാണ്. ഈ ലോകത്തിലുള്ള സുഖം അങ്ങനെയാണ്, ആപേക്ഷികമായ സുഖമാണ്. വലിയ ദുഃഖത്തെ അപേക്ഷിച്ച് അതിൽ നിന്നൊരു ചെറിയ രക്ഷ കിട്ടുമ്പോൾ അതിനെ വലിയ സുഖമായിട്ട് കരുതുന്നേ ഉള്ളൂ. ഇങ്ങനെ കൊജിൽ ശോകം, കൊജിൽ മോഹം, ഇടയ്ക്ക് വലിയ ദുഃഖം, ഇടയ്ക്ക് മുന്നിൽ കരയുണ്ടെന്ന് തോന്നും. അപ്പോൾ അവിടെ എത്തണം. ആ മോഹത്തോടു കൂടി അതിൻ്റെ പിറകിൽ പോകും, കരയെത്തില്ല. ഇങ്ങനെയൊക്കെ കുറേ പ്രളയജലത്ത് അദ്ദേഹം നീന്തി നടന്നു എന്നാണ്. അങ്ങനെ അയുധായുധപരുഷാണാം സഹസ്രാണി ശതാനിജാന, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ അനുഭവമാണ് കേട്ടോ ഈ പറയുന്നത്. ഇത്രയും കാലം പ്രളയജലത്തിലാണ്. അങ്ങനെ പ്രളയജലത്തിൽ മുങ്ങിയും പൊങ്ങിയും നീന്തി നടന്നുകൊണ്ടിരിക്കെ സകദാജിൽ ഭ്രമന്തസ്മിൻ പൃഥിവ്യാ കകുതിദ്വിജ നിഗ്രോധബോധം ദദൃശേ ഫലപല്ലവശോഭിതം. അങ്ങനെ നീന്തിക്കൊണ്ടിരിക്കെ കുറച്ച് ദൂരേക്ക് നോക്കിയ സമയത്ത് ആ വടക്ക് കിഴക്കേ ഭാഗത്ത് ഒരാൽവൃക്ഷം, അത് മുഴുവനായി പ്രളയജലത്തിൽ മുങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു കൊമ്പ് ഈ ജലത്തിലേക്ക് അങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട്. അതിലൊരു ഇലയിൽ ഒരു നീലപ്രകാശം. അതെന്താണ് ആ പ്രകാശം എന്നറിയുന്നതിനായി ഇദ്ദേഹം നീന്തി ചെന്നു ആ പ്രകാശത്തിൻ്റെ അരികിലേക്ക്. അരികെ എത്തിയ സമയത്ത് ആ നീലപ്രകാശത്തിന് നടുവിൽ ഇദ്ദേഹം തെളിഞ്ഞു കണ്ടു. എന്താണ്ടത്? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. താമരപ്പൂ പോലെ മൃദുലങ്ങളായ കൈകളെക്കൊണ്ട്, അല്ലെങ്കിൽ കൈകൊണ്ട് താമരപ്പൂ പോലെ മൃദുലമായ ഒരു കാലെടുത്ത് താമരപ്പൂ പോലെ ഭംഗിയുള്ള താമരപ്പൂവിൻ്റെ തുടുപ്പുള്ള തൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് ആ കാലിങ്ങനെ കുടിക്കാൻ തക്കവണ്ണം പിടിച്ചിങ്ങനെ അടുപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ഭഗവാനെ കണ്ടു എന്നാണ്. നീന്തി ചെന്നു. ഭഗവാനെ തൊഴുത് നമസ്കരിക്കാൻ, കാല് പിടിക്കാമെന്നൊക്കെ അടുത്തേക്ക് ഉദ്ദേശത്തോടു കൂടിയാണ് നീന്തി ചെന്നത്. അടുത്തങ്ങെത്തിയപ്പോഴേക്ക് ഭഗവാൻ ശ്വാസം എടുത്തു. ഇദ്ദേഹം ആ ശ്വാസത്തോടു കൂടി കുറേ പ്രളയജലത്തോടു കൂടി ഭഗവാന്റെ ഉള്ളിലേക്ക് അങ്ങ് പോയി. ഉള്ളിലേക്ക് ചെന്ന് വീണതോ വീണ്ടും പ്രളയജലത്തിൽ. അവിടെയും നേരത്തെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ, അവിടെയും ഭഗവാനെ കണ്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് ഏറെക്കുറെ കാര്യം മനസ്സിലായി. ഇങ്ങനെ പോവുക വരിക, ഉള്ളിലേക്ക് പോകുന്നു, പുറത്തേക്ക് വരുന്നു, ഈ വട്ടം ചുറ്റി കളിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഭഗവാനെ ആശ്രയിക്കുക മാത്രമാണ് വഴി എന്ന് ഉറപ്പായി അടുത്തേക്ക് അങ്ങ് ചെന്നു. ഭഗവാന്റെ കാല് മുറുക്കി അങ്ങ് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെന്ന് അങ്ങ് മുറുക്കി പിടിച്ചതാണ്. മുറുക്കി പിടിച്ചതോടു കൂടിയിട്ടെല്ലാം കഴിഞ്ഞു എന്നാണ്. പിന്നെ മഴയുമില്ല, പ്രളയവുമില്ല. പുഷ്പഭദ്രാ നദീതീരം, പഴയ ആശ്രമം, നരനാരായണ മഹർഷിമാർ അങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്രത്യക്ഷരായി ഇല്ല, അങ്ങ് പോകുന്നേ ഉള്ളൂ. ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോയതോ, ഗംഭീര മഴ പെയ്തതോ, പ്രളയമുണ്ടായതോ, അവിടെ ആ പ്രളയത്തിൽപ്പെട്ട് താൻ എത്രയോ കാലം ദുഃഖങ്ങൾ അനുഭവിച്ചതോ ഭയം അനുഭവിച്ചതോ ഒന്നുമില്ല. ഒക്കെ ഉണ്ടെന്ന് തോന്നിയതാ. തോന്നിയ സമയത്തോ അനുഭവം ഉണ്ടായി. അപ്പോൾ അനുഭവിക്കുമ്പോൾ ഉണ്ട്, പിന്നെ ഇല്ലാതെയായി. എപ്പോൾ ഇല്ലാതെയായി?
ഭഗവാന്റെ കാല് പിടിച്ച സമയത്ത്, ഭഗവാനെ ആശ്രയിച്ച സമയത്ത് ഇല്ലാതെയായി. ഇത് തന്നെ മായ. എന്താ മായ എന്ന് വെച്ചാൽ, മായ എന്ത് എന്ന് പറയാൻ പറ്റില്ല. എന്തേ പറയാൻ പറ്റുള്ളൂ? ഭഗവാന്റെ ശക്തിയാണ് മായ. മഹാത്ഭുത അനിർവചനീയ രൂപ എന്നാണ് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നത്. മഹാത്ഭുതയാണ്, അനിർവചനീയ രൂപയാണ്, നിർവചിക്കാൻ കഴിയാത്തവളാണ് മായ എന്നാണ്. ഉണ്ടെന്നോ ഇല്ല എന്നോ പറയാൻ പറ്റില്ല. മായ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്താ അഭിപ്രായം? മായ ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ എന്താ ദോഷം? അദ്വൈതത്തിന് ദോഷം വരും. മായയും ഭഗവാനും രണ്ടുണ്ടെന്ന് വരും. രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ മായ ഇല്ല എന്ന് പറയാൻ വയ്യ, മായ ഉണ്ടെന്ന് പറയാൻ വയ്യ. ഈ മായ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ അനുഭവിക്കുന്നു എന്ന്, ഈ പ്രപഞ്ചത്തെ ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നൊന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഉണ്ടെന്നോ പറയാൻ വയ്യ, ഇല്ല എന്നും പറയാൻ വയ്യ. ഭിന്നാപി അഭിന്നാപി ഉഭയാത്മികാനോ, ഭഗവാനിൽ നിന്നും ഭിന്നയാണെന്നും പറയാൻ വയ്യ, അഭിന്നയാണെന്നും പറയാൻ വയ്യ. മായ ഭഗവാനിൽ നിന്നും ഭിന്നയാണെന്ന് വന്നാൽ ഭഗവാനും മായയും രണ്ടുണ്ടെന്ന് വരും. അഭിന്നയാണെന്ന് വന്നാൽ ഭഗവാൻ തന്നെ മായയാണെന്ന് വരും. ആത്യന്തികമായി മായ ഭഗവാന്റെ അഭിന്ന ശക്തി, അതിനെ രണ്ടാക്കി പറയാൻ പറ്റില്ല. ഈ രണ്ടായി പറയുന്നത് മായാകാര്യത്തിൽ സത്യബുദ്ധി വെച്ച് ഭ്രമിച്ചിരിക്കുമ്പോൾ മാത്രമാണ്. അപ്പം അഗ്നിയുടെ ദഹിപ്പിക്കുവാനുള്ള ശക്തി, അല്ല അഗ്നിയുടെ ചൂട് അങ്ങനെ പറയുക, തീയിൻ്റെ ചൂട്. ഈ തീയിൻ്റെ ചൂടെന്ന് രണ്ടായിട്ട് പറയുന്നതിൽ ശരിയുണ്ടോ? ചൂടില്ലെങ്കിൽ അത് തീയല്ല. ചൂടില്ലാത്ത തീയുണ്ടോ? അതില്ല. തീയിൻ്റെ സ്വഭാവം തന്നെയാണ് ചൂടെന്ന് പറയുന്നത്. കയ്യ് പൊള്ളിക്കഴിഞ്ഞാൽ ആ കാര്യത്തെ അപേക്ഷിച്ച് നമ്മൾ പറയും തീയിൻ്റെ ചൂട് എൻ്റെ കൈ പൊള്ളിച്ചു എന്ന്. ഇതേപോലെ ഈ പ്രപഞ്ചം സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കുമ്പോൾ ഈ പ്രപഞ്ചഭ്രമം ഉള്ള തലത്തിൽ, ഈ പ്രപഞ്ചഭ്രമം എന്നത്, പ്രപഞ്ചാനുഭവം എന്നത് മായാകാര്യമാണ്. അപ്പോൾ ഈ മായാകാര്യത്തെ അപേക്ഷിച്ച് മായ വേറെ ഭഗവാൻ വേറെ എന്ന് പറയും. ആത്യന്തികമായി മായാ ഭഗവാൻ എന്ന ഭേദം തന്നെ ഇല്ല. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. ഭഗവാൻ തന്നെയാണ് മായ, മായാവി, മായാവിനോദൻ ഒക്കെ ഭഗവാൻ തന്നെ. രണ്ടായി പറയാൻ വയ്യ എന്നർത്ഥം. സത്യം എപ്പോൾ അറിയുന്നോ അവിടെ മായ ഇല്ലാതെയായി. വെളിച്ചം വന്നാൽ പിന്നെ ഇരുട്ടുണ്ടോ? ഇരുട്ടെന്താണ്? ഇരുട്ടിൻ്റെ സ്വരൂപം എന്താണ്? ഇരുട്ട് എങ്ങനെ ഉണ്ടാകുന്നു? അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? വെളിച്ചം കൊണ്ടുവന്നാൽ പോരെ? ഇതേപോലെ മായയുടെ പിറകിൽ അന്വേഷിച്ച് പോകേണ്ടതില്ല, ഭഗവാനെ ആശ്രയിച്ചാൽ മതി. ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിച്ച മായ നീങ്ങി എന്നർത്ഥം. അതാണ് മാർക്കണ്ഡേയ മഹർഷി എപ്പോൾ ഭഗവാന്റെ കാലു പിടിച്ചുവോ, ഭഗവാനെ ആശ്രയിച്ചുവോ, അവിടെ മായയിൽ നിന്നും വിമുക്തനായി. അങ്ങനെ ആ മായാദർശനം കഴിഞ്ഞു. അദ്ദേഹത്തിന് കാര്യമൊക്കെ ബോധ്യമായി. അദ്ദേഹം വീണ്ടും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയും ഒരിക്കൽ ആ വഴി മഹാദേവനും പാർവതീദേവിയും കൂടി പോയി എന്നാണ്. അപ്പോൾ പാർവതീദേവി കണ്ടു തപസ് ചെയ്യുന്ന മാർക്കണ്ഡേയ മഹർഷിയെ. മഹാദേവനോട് പറഞ്ഞു, കണ്ടില്ലേ മാർക്കണ്ഡേയ മഹർഷിയെ, മുന്നേ മഹാദേവൻ രക്ഷിച്ച ആളുകൂടിയാണേ. അപ്പം പുത്രതുല്യമായൊരു സ്നേഹം പാർവതീദേവിക്കുണ്ട്. എത്ര കാലമായി അദ്ദേഹം തപസ് ചെയ്യുന്നു, നമുക്ക് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരം കൊടുക്കാമെന്ന് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാം, പക്ഷേ രണ്ടാമത് പറഞ്ഞത് സാധിക്കുമോ എന്ന് സംശയമാണ്. ചോദിച്ചാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അദ്ദേഹം ചോദിക്കില്ല. ചോദിക്കാൻ പറഞ്ഞാലും ഇദ്ദേഹം ചോദിക്കില്ല, ഉറപ്പാണത്. എന്നാലും നമുക്ക് പ്രത്യക്ഷപ്പെടണം. എന്തുകൊണ്ട്? ഇദ്ദേഹത്തെപ്പോലുള്ള യോഗ്യന്മാരെ കാണുക എന്നുള്ളത് നമുക്ക് പരമമായ ലാഭം ആണ് എന്നാണ്. അയം ഹി പരമോലാഭ നൃണാം സാധുസമാഗമ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. മഹാദേവൻ പാർവതീദേവിയോട് എന്താ പറയുന്നത്? വരം കൊടുക്കാനായിട്ട് പ്രത്യക്ഷപ്പെടണ്ട, പക്ഷെ പ്രത്യക്ഷപ്പെടണം. ഇങ്ങനെയുള്ള മഹാത്മാക്കളെ കാണുന്നത് പരമലാഭമാണ്. അപ്പം അദ്ദേഹത്തെ കാണാൻ നമുക്ക് അദ്ദേഹത്തിന് മുന്നേ പ്രത്യക്ഷപ്പെടാം. പ്രത്യക്ഷപ്പെട്ടു.
തൻ്റെ ഉള്ളിലുള്ള ആ ഭഗവത് സ്വരൂപത്തെ അങ്ങ് മറിച്ച് ഭഗവാൻ തൻ്റെ രൂപത്തെ അങ്ങ് പ്രകാശിപ്പിച്ചു എന്നാണ്. അപ്പം ഞെട്ടി ഉണർന്നപ്പോൾ മുന്നിൽ മഹാദേവനുണ്ട്, പാർവതി ദേവിയുണ്ട്. നമഃശിവായ ശാന്തായ സത്വായ പ്രമൃടായ ജാം രജോജുഷേപ്യഘോരായ നമസ്തുഭ്യം തമോജുഷേ. അദ്ദേഹം സ്തുതിച്ചു. മഹാദേവനായിട്ട് നമസ്കാരം, വിഷ്ണുവിനായിട്ട് നമസ്കാരം. അപ്പം ഇങ്ങനെയുള്ള സ്തുതികളൊക്കെ ശ്രദ്ധിക്കണം. ഭാഗവതത്തിൽ ശിവനെ സ്തുതിക്കുന്ന ഇടങ്ങളിൽ, വിഷ്ണുവിനെ സ്തുതിക്കുന്ന ഇടങ്ങളിൽ, ബ്രഹ്മാവിനെ സ്തുതിക്കുന്ന ഇടങ്ങളിലൊക്കെ കാണാം അങ്ങ് വിഷ്ണുവാണ്, അങ്ങ് ശിവനാണ്, അങ്ങ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഏക സത്യമാണ്. അപ്പോൾ ആവർത്തിച്ച് പറയുന്നു ബ്രഹ്മാവും വിഷ്ണുവും ശിവനൊക്കെ ഒന്ന് തന്നെയാണ്, പലതില്ല എന്ന്. ശരി, സ്തുതിയൊക്കെ കഴിഞ്ഞു. എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചു. വരം റീഷണക്കാമം വരദേശ വയം ത്രയ, എന്ത് വേണമെങ്കിൽ ചോദിച്ചോളും, തരാമെന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കളെ കാണുന്നത് ഞങ്ങൾക്ക് മഹാഭാഗ്യമാണ്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ ചേതനോജ്ജിതാഹം തേ പുനന്തിരുകാലേന യൂയം ദർശനമാത്രത. ശിലാമയങ്ങളായ വിഗ്രഹങ്ങൾ, ജലമയങ്ങളായ തീർത്ഥങ്ങളൊക്കെ അവയെ ആശ്രയിക്കുന്ന ആൾക്കാരെ എത്രയോ കാലത്തെ കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള സജ്ജനങ്ങൾ ദർശനമാത്രേണ ലോകത്തെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. ഭാഗവത ധർമ്മം ആരംഭിക്കുന്ന സമയത്ത് അവിടെ നിമിരാജാവ് പറയുന്നുണ്ട് സത്സംഗ ശേവധിർനൃണാം എന്ന്. സത്സംഗം എന്ന് പറയുന്നത് ശേവധിയാണ്, നിധിയാണ്. ഒരു നിമിഷത്തെ സത്സംഗം തന്നെ നമ്മളുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ചേക്കാം. ശരി, എന്തായാലും എന്ത് വേണേലും ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭഗവാനെ എന്ത് ചോദിക്കാൻ, അങ്ങയെ കാണാൻ സാധിച്ചു, അങ്ങാണ് സർവവും, ഇനി എന്തെന്നാ വേറെ ചോദിക്കാനുള്ളത്? ഇനി അങ്ങ് അങ്ങനെ ചോദിച്ചതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എന്തുമാത്രമാണ്, അങ്ങയിൽ തന്നെ മനസ്സ് സദാ നിൽക്കണമെന്ന് മാത്രമാണ്. അത് വീണ്ടും ചോദിക്കുന്നു. വരമേകം വൃണേധാഭി പൂർണ്ണാത് കാമാഭിവരഷണാത് ഭഗവത്യച്യുതാം ഭക്തിം തത്പരേഷു തഥാത്വയി. ഭഗവതി അച്യുതാം ഭക്തിം, ഭഗവാനിൽ അച്യുതയായ ഭക്തി, ഇളകാത്ത ഭക്തി ഉണ്ടാവണം, വേറൊന്നും വേണ്ട. എൻ്റെ മനസ്സെല്ലായ്പ്പോഴും അങ്ങയിൽ തന്നെ നിൽക്കണം, വേറൊരു വരവും എനിക്ക് വേണ്ടതില്ല എന്നർത്ഥം. അപ്പം എന്തും തരാൻ കഴിവുള്ള മഹാദേവൻ പരമേശ്വരൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം എന്താ പ്രാർത്ഥിച്ചത്? അങ്ങയിലുള്ള ഭക്തി സദാ ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. ഭാഗവതം തുടങ്ങുന്ന സമയത്ത് ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങളോടുകൂടിയാണ് തുടങ്ങിയത്. അവിടെ ജീവൻ്റെ പരമമായ ശാന്തിക്കായുള്ള ഉപായം ആയി പറഞ്ഞത് ഭഗവാനിലുള്ള ഭക്തിയാണ്. ആ ഭക്തിയെ പറഞ്ഞപ്പോൾ രണ്ട് വിശേഷണങ്ങൾ കൂടെ അവിടെ കൽപ്പിച്ചു. അനിമിത്ത, അപ്രതിഹത. എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും ഇളകാത്ത സുദൃഢമായ ഭക്തി, അനിമിത്ത ഉപാധിരഹിതമായ നിഷ്കാമമായ ഭക്തി. ഈ രണ്ട് വിശേഷണങ്ങൾ ചേരുമ്പോഴേ ഭക്തി പരമമായ ഭക്തിയാകുന്നുള്ളൂ. അവിടെ ഭക്തി അങ്ങനെ അവതരിപ്പിച്ചുവെങ്കിൽ ഭാഗവതം അവസാനിക്കുന്ന സമയത്ത് ആ ഭക്തിയുടെ സ്വരൂപമായ മാർക്കണ്ഡേയ മഹർഷിയെ കാണിച്ചു തന്നുകൊണ്ട് ഭാഗവതം അവസാനിക്കുകയാണ്. ഒരു ജീവൻ്റെ പരമമായ ലക്ഷ്യത്തിന്, ഒരു ജീവന് തൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ, ശാശ്വതമായ പരമമായ ശാന്തി ആനന്ദം അനുഭവിക്കാൻ, സംസാര വിമുക്തിക്ക് എന്താ വേണ്ടത്? ഈ മാർക്കണ്ഡേയ മഹർഷിയിൽ നമ്മളിപ്പോൾ കണ്ട പോലെയുള്ള അപ്രതിഹതയും അനിമിത്തയുമായ ഭക്തിയാണ് വേണ്ടത് എന്നർത്ഥം. അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ചോദിക്കാതെ തന്നെ വരങ്ങൾ കൊടുത്തു. അങ്ങ് ചിരഞ്ജീവിയാകട്ടെ, പുരാണ ആചാര്യനാകട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് മഹാദേവനും പാർവതീദേവിയും അപ്രത്യക്ഷരാവുകയും ചെയ്തു എന്നാണ്. മാർക്കണ്ഡേയ മഹർഷി ഇതാ ചിരഞ്ജീവിയായിക്കൊണ്ട് ഇന്നും ഈ സംസാരത്തിൽപ്പെട്ടുഴലുന്ന ജീവന്മാരെ ഉദ്ധരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രപഞ്ചത്തിൽ ഇതാ വർത്തിക്കുന്നു, തപസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ ഭാഗവതത്തിലെ അവസാനത്തെ പ്രകരണം സമർപ്പിക്കുന്നത്. ഈ ഒരു പറഞ്ഞ ഭാഗം ഭഗവാന്റെയും ആചാര്യന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കഹേന